അമല ഷാജി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും അമല ഷാജി എന്ന് പറഞ്ഞ ഈ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ അനുഭവിക്കുന്ന സൈബർ ബുള്ളിങ്ങും പ്രശ്നങ്ങളും ആളുകളുടെ കമന്റും പരിഹാസവും അതിനെതിരെയൊക്കെ ഞാൻ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആവണം ഇന്നലെ മുതലടെ എനിക്ക് ഇഷ്ടം പോലെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും നീ അല്ലടേ അമല ഷാജീനെ സപ്പോർട്ട് ചെയ്ത് നീ ഇതൊന്ന് കാണുമെന്ന് പറഞ്ഞിട്ട്. സംഗതി നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമല ഷാജിയുടെ അമ്മ ബീന ഷാജി അവർ വേറൊരു കണ്ടന്റ് ക്രിയേറ്ററിൻ്റെ റീൽ വീഡിയോനടിയിൽ ഇട്ട ഒരു കമൻ്റാണ്. ഓക്കെ, അതൊരു വളരെ മോശം കമൻറ്റ്. 2 പെൺകുട്ടികളുടെ അമ്മയാണ് ബീന ഷാജി. ഈ അമൃതയുടെയും അമലയുടെയും അമ്മ അവർ എന്തൊക്കെ സൈബർ ഈ ലോകത്ത്, ഈ സോഷ്യൽ മീഡിയ ലോകത്ത് അവരുടെ വീഡിയോനടിയിൽ അവർ എത്രത്തോളം അവരുടെ മക്കൾ കമൻറ്റ് സെക്ഷൻ്റെ അകത്ത് സൈബർ ബുള്ളിങ് അനുഭവിക്കുന്നുണ്ടോ അതൊക്കെ കണ്ട ആ കുട്ടികളുടെ അവസ്ഥ അറിയുന്നൊരമ്മ നിങ്ങൾ പോയിട്ട് ഗ്രീഷ്മ ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള അത്യാവശ്യം കോമഡി കോണ്ടന്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നല്ല റീച്ചുള്ള നല്ല രസമായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഇൻഫ്ലുവൻസറിൻ്റെ വീഡിയോനടിയിൽ ചെന്നിട്ട് നിങ്ങൾ ഇമ്മാതിരി കമൻറ്റ് ഇട്ട് വെച്ചല്ലോ. നിങ്ങളല്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇനി ഒഴിഞ്ഞു മാറാൻ പറ്റും. കാരണം ആ കുട്ടി ഓൾറെഡി ആ കമൻ്റ് എടുത്ത് പിൻ ചെയ്തതാണ്. അപ്പം ഗ്രീഷ്മ ബോസിൻ്റെ സ്റ്റോറിയിൽ നിന്നാണ് തുടക്കം. ഗ്രീഷ്മ ബോസ് സ്റ്റോറി ഇട്ടത് ഇങ്ങനെയാണ്: @I am ബീന ഷാജി, അമല ഷാജിയുടെ അമ്മേനെ മെൻഷൻ ചെയ്തിട്ട്. ഒന്നില്ലേലും 4 million+ ഫോളോവേഴ്സ് ഉള്ള ക്രിയേറ്ററിനെ അമ്മ അല്ലേ, ഇച്ചിരി ബോധമാവാം ആൻറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പം കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതാണ് ആ പെർട്ടിക്കുലർ വീഡിയോ. ഈ ഗ്രീഷ്മ ബോസ് ചെയ്തൊരു റൊമാൻറ്റിക് വീഡിയോ ആണ്. ഗ്രീഷ്മ ബോസ് സാധാരണ ഈ കോമഡി വീഡിയോസാണ് ചെയ്യാറ്. അപ്പോൾ ഇതൊരു റൊമാൻറ്റിക് വീഡിയോ ചെയ്തു, ഒരു ലിപ്സിങ് വീഡിയോ ചെയ്തു. അതിനടിയിലാണ് ഈ കമൻറ്റ് വന്നിട്ടുള്ളത്. I am ബീന ഷാജി ഇട്ട കമൻറ്റ്: നിനക്ക് നാണമില്ലേ, കൗമാതാവിൻ്റെ ബാക്ക് പോലുള്ള മുഖവും വച്ച് ചിരിച്ച് കാണിക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരാളെ സ്വന്തം മക്കൾക്ക് തന്നെ കമൻറ്റ് ബോക്സിൽ എത്ര ബോഡി ഷെയ്മിങ്, എത്ര ഹെയ്റ്റ് വരുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. അമലയുടെ അമ്മയോടാണ് നിങ്ങൾ എത്ര കാണുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനുള്ളൊരു റിപ്ലൈ ഉണ്ടാവുക മേ ബി ഇവർ ഈ എഴുതിയിട്ട പോലെ തന്നെ വേറൊരാളുടെ കയ്യിൽ ഫോൺ പോയതായിരിക്കാം, അല്ലെങ്കിൽ വേറൊരാൾ ഫോൺ എടുത്ത് ചെയ്തതായിരിക്കാം, അക്കൗണ്ട് ഹാക്ക് ആയതായിരിക്കാം. അങ്ങനത്തെയൊക്കെ വ്യാർഡായിട്ടുള്ള ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ എക്സ്പ്ലനേഷൻസ് കാണും. പക്ഷേ അങ്ങനെയാണ്, നിങ്ങൾക്ക് അങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ സമയം കൊണ്ട് നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇതൊന്നും അല്ല. നിങ്ങൾ ഇട്ട് 6 മണിക്കൂറിനുള്ള ആ കുട്ടി അതെടുത്ത് പിൻ ചെയ്ത് വെച്ച് എന്നിട്ട് അവരതിന് ഗ്രീഷ്മ ബോസ് റിപ്ലൈ തന്നതുകൊണ്ട് അതിൽ അമല ഷാജീനെയും അമൃത ഷാജീനെയും അമ്മേനെയും പിടിച്ച് ടാഗ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അമ്മ എന്താ ഇങ്ങനെ? കുറച്ചൊക്കെ സംസ്കാരമാവാം, തെറ്റില്ല. ഒന്നില്ലേലും നിങ്ങൾ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ക്രിയേറ്റേഴ്സ് അല്ലേ, നിങ്ങളെ പേര് കളയാൻ വേണ്ടിയാണോ എന്ന് ചോദിച്ച് അമലേനെ ടാഗ് ചെയ്തിട്ട് ഉങ്ങളുടെ അമ്മാവുക്ക് എന്നാച്ച് സുമ്മാ സൊറിയാൻ വരുന്നു, ജസ്റ്റ് ടെൽ ഹെർ നോട്ട് ടു സ്പോയിൽ യുവർ നെയിംസ്. അതിൻ്റെ അമൃതേനെയും ടാഗ് ചെയ്തിട്ടുണ്ട്. അക്കൗണ്ട് ഹാക്ക് ആയതാണെന്ന് പറയരുത്, ഇതാദ്യമായിട്ടല്ല എനിക്ക് ഇവർ ഇങ്ങനെ കമൻ്റ് ഇടുന്നത്. ബോഡി ഷെയ്മിങ് ഈസ് സംതിങ് നോട്ട് ടു ബി എൻ്റർടൈൻഡ്. അവിടെയാണ്. അതായത് I am ബീന ഷാജി ആദ്യമായിട്ടല്ല ഈ പറഞ്ഞ നമ്മുടെ ഗ്രീഷ്മ ബോസിന് വീഡിയോ ഇടുന്നത് എന്നുള്ളത്, കമൻറ്റ് വീഡിയോനടിയിൽ കമൻറ്റ് ഇടുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ അവർ പറയുന്നുണ്ട്. ഇനി ഇതിന് ശേഷം അവർ ഇൻസ്റ്റയിൽ ഇട്ട സ്റ്റോറിക്കകത്ത് അവർ ഇതിനെ കുറച്ച് കാര്യം പറയുന്നുണ്ട്. കൂട്ടുകാരെ, അപ്പോൾ മുന്നിട്ടിരിക്കുന്ന സ്റ്റോറിയിലെ കമന്റ് അന്വേഷിച്ചാരും പോകണ്ട, അത് അതിവിദഗ്ധമായിട്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹെൽത്തി ക്രിറ്റിസിസംസ് ആർ ഓൾവേസ് അപ്രീഷിയേറ്റഡ്. പക്ഷേ ബോഡി ഷേമിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാളെ ശാരീരികമായ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ നിറത്തെ ഒക്കെ കളിയാക്കിക്കൊണ്ട് തമാശയ്ക്ക് പോലും നമ്മൾ സംസാരിക്കരുത്. കാരണം അത് എപ്പോഴും അവരുടെ മനസ്സിലൊരു കരടായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. ഞാനിത് ഇത്രയും പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫ് ലോങ് ബോഡി ഷേമിംഗ് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്, ചെറുപ്പം തുടങ്ങി. അപ്പോൾ എനിക്കറിയില്ല എത്രമാത്രം ഹേർട്ടാവുന്നുള്ളത്. ഇപ്പോഴും എനിക്ക് പണ്ട് എന്നെ വിളിച്ച ഓരോ വാക്കുകൾ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ഇപ്പം എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. എന്നെ 5 പറഞ്ഞാൽ 10 എനിക്ക് തിരിച്ചു പറയാനുള്ളൊരു ധൈര്യമുണ്ട്. പക്ഷെ അതിങ്ങനെ പറയാൻ പറ്റാത്ത കുട്ടികൾ ഉണ്ട്. സോ മാക്സിമം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മെസ്സേജ് ഇടുമ്പോഴോ കമന്റ് ഇടുമ്പോഴോ ബോഡി ഷേമിംഗ് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ I am ബീന ഷാജി, അമല ഷാജീൻ്റെ അമ്മേനെ മെൻഷൻ ചെയ്ത് ഇവർ ഇതിനിടയിൽ എഴുതിയുള്ളത്: അമ്മയുടെ പ്രായമുള്ള ഒരാളെ ഉപദേശിക്കേണ്ടി വന്നതിൽ സങ്കടമുണ്ട്, നന്നാവാൻ വേണ്ടി ആണെന്ന് കൂട്ടിയാൽ മതി കേട്ടോ.
ആക്ച്വലി അമ്മയുടെ പ്രായം അച്ഛൻ്റെ പ്രായം ഒന്നും ഇല്ല. ഇങ്ങനത്തെ എന്താ പറയുക അന്തം വിട്ട പരിപാടി ചെയ്യുമ്പോൾ, ഇത്രയും മോശം പിടിച്ച പരിപാടി ചെയ്യുമ്പോൾ അവിടെ ഉപദേശിക്കേണ്ടവരെ ഉപദേശിക്കുക തന്നെ വേണം. അതിപ്പോൾ ഇനി അമല ഷാജിൻ്റെ അമ്മയാണെങ്കിലും ഇനി വേറെ ആരുടെങ്കിലും അമ്മയാണെന്നുണ്ടെങ്കിലും, ഇപ്പം എൻ്റെ സ്വന്തം അമ്മയാണെങ്കിൽ പോലും വേറൊരാളെ കളിയാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അമ്മ ഇരുന്ന് കേട്ടേ പറ്റുന്നുള്ള അവസ്ഥയാണ്. ഇവിടെ ഒരാളുടെ അമ്മ അങ്ങനത്തെ കൺസിഡറേഷൻ ഒന്നും വേണ്ട. സോഷ്യൽ മീഡിയയിൽ സ്വന്തം മക്കൾ ഇത്രയും ഫെയിമിൽ നിൽക്കുമ്പോൾ അവർക്ക് ഇതേപോലെ സൈബർ ബുള്ളിങ്ങും ബോഡി ഷെയ്മിങ്ങും അനുഭവിക്കുന്നത് ഇവർ കമൻറ്റ് ബോക്സിൽ നേരിട്ടിരുന്ന് കാണുന്ന ഒരു വ്യക്തി വേറൊരു ലേഡിയുടെ കമൻറ്റ് ബോക്സിൽ പോയി ഇരുന്നിട്ട് അവരെ മറ്റേ റീലിനടിയിൽ അവരൊരുമാതിരി ഊക്കി അടിച്ചുള്ള കമൻറ്റ് ഇടുന്നത്, ബോഡി ഷെയ്മിങ് പറഞ്ഞിട്ടുള്ള കമൻറ്റ് ഇടുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന പരിപാടിയല്ല. സംഗതി അമല ഷാജിന്റെ പല 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 വീഡിയോസിലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ അമല ഷാജിയുടെ അമ്മയോ അല്ലെങ്കിൽ ഇവർ ചെയ്തതിന് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. അത് അമലയാണെന്നുണ്ടെങ്കിലും അമൃതയാണെന്നുണ്ടെങ്കിലും രണ്ടുപേരും ഇത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. അല്ലാതെ ഇത് ഇഗ്നോർ ചെയ്ത് വിട്ട് അങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല. ഇൻ കേസ് അമ്മ അങ്ങനെ ഇപ്പം ഈ ഒരു സ്റ്റോറിയിൽ തന്നെ അവർ പറയുന്നു ഇത് ആദ്യമായിട്ടല്ല, ഇവരിതിനു മുമ്പ് ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പം അങ്ങനെ നിങ്ങൾ അമ്മ ചെയ്യുന്നുണ്ടെങ്കിൽ ആസ് എ റെസ്പോൺസിബിൾ കണ്ടന്റ് ക്രിയേറ്റർ ഇൻഫ്ലുവൻസർ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അമ്മേൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് അഡ്രസ്സ് ചെയ്തേ പറ്റൂ. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കും, ഇപ്പൊ നിങ്ങളുടെ കമന്റ് ബോക്സ് എന്തായി അവസ്ഥ. ഇപ്പം ഈ കുട്ടി വന്നിട്ട് ഇത് അവരുടെ സ്റ്റോറിയിലിട്ടു, ഒരുപാട് പേരത് റീമെൻഷൻ ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്തു. ലാസ്റ്റ് നിങ്ങളുടെ കമന്റ് ബോക്സിനകത്ത് കാണുന്നതാണ് ഇപ്പം അത്. നിങ്ങൾ തന്നെ എടുത്ത് നോക്ക്, ഈ കാണുന്ന കമന്റുകൾ മൊത്തം നിങ്ങളുടെ കമന്റ് ബോക്സിൽ. ഞാൻ ഇനിയിപ്പോൾ ഇതിരുന്ന് വായിക്കണമെങ്കിൽ 1-2 വായിച്ചുതരാം. അമ്മയോട് പോയി പറ സ്വന്തം കുറവുകൾ നോക്കിയിട്ട് മറ്റുള്ളവരെ കളിയാക്കിയാൽ മതി എന്ന് ഗ്രീഷ്മ ബോസ് ചേച്ചി വീഡിയോ ഇട്ട കമൻറ്റ് കണ്ടിരുന്നു. ഇത്ര പറയാനും ഇങ്ങനെയൊക്കെ പറയുന്നതും കഷ്ടം തന്നെ. കരിഞ്ഞ കാട്ടുപോത്തിൻ്റെ മുഖമുള്ള ബീന ഷാജിയുടെ മോളല്ലേ, നിന്റെ തള്ളയ്ക്ക് അസൂയാണടി ഫിൽറ്ററിൻ്റെ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ പൊന്നു, നിങ്ങളുടെ കമൻറ്റ് ബോക്സ് ഞാൻ ഇനി വായിക്കുന്നില്ല. ഇഷ്ടം പോലെ കമൻറ്റുകൾ. ഇപ്പം എന്തായി, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞ പോലെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ കമൻ്റ് ഇടുന്നവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ സ്റ്റാൻഡേർഡ് കമൻ്റ് ഇട്ട് കാണിച്ചു. നിങ്ങൾ അതന്നെ തിരിച്ചടിക്കുമ്പോൾ കുറച്ചൊരു പക്ഷെ എന്താ പറയാൻ പറ്റില്ല. കാരണം എന്താ പറയുക, അമല ഷാജിയുടെ ഒക്കെ കേസിൽ അറിയാലോ, പണ്ട് പറ്റിയ ഫിൽറ്ററിനൊരു സാധനമൊക്കെ അമല ഷാജി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഫിൽറ്ററിനായി എന്നൊക്കെ ചോദിച്ചിട്ടുള്ളൊരു സംഗതിയൊക്കെ. അപ്പോൾ ഓൾറെഡി പൊട്ടിയിരിക്കുകയും പിന്നെ പൊതുവായിട്ട് മലയാളികൾക്ക് അമല ഷാജി അമലക്ക എന്ന് പറയുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഹെയ്റ്റ് ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു വിഷയം കൂടിയാകുമ്പോൾ കമൻറ്റ് ബോക്സ് അടിച്ച് തൂക്കും. ആ തൂക്കൽ എന്തായാലും കിട്ടുന്നുണ്ട്. ആ കമൻറ്റ് ഇടുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ അവരെ സ്റ്റാൻഡേർഡിലേക്ക് ദയവ് ചെയ്തിട്ട് പോവാതിരിക്കുക എന്നുള്ളതല്ലാതെ എനിക്ക് കൂടുതലായിട്ടൊന്നും കമൻറ്റ് ഇടുന്നവരോട് പറയാനില്ല. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്താണെന്നുണ്ടെങ്കിലും കമൻറ്റ് ഇടുന്നവർ തിരിച്ചിട്ട് കൊട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ. പിന്നെ ഇവരിട്ട് ഈ റൊമാൻറ്റിക് വീഡിയോൻ്റെ അടിയിൽ തന്നെ ഈ അമല ഷാജിയുടെ അമ്മ ഇട്ട കമൻറ്റ് അല്ലാതെയും വേറെ കുറേ കമൻറ്റുകൾ ഉണ്ട് കേട്ടോ. വസന്തങ്ങളത്, മോളെ വേഗം പോയി ഒന്ന് കല്യാണമായിക്ക് കഴിക്കുന്നതായിരിക്കുന്നുണ്ടോ, അപ്പോൾ എല്ലാം ശരിയാവും. റീൽ ചെയ്യുന്ന പെൺപിള്ളേരൊക്കെ കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുന്ന വിചാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ തിരിച്ച് റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറേ റൊമാൻറ്റിക് വീഡിയോ ചെയ്യരുത് എന്നുണ്ട്. പിന്നെ അമ്മച്ചിയുടെ കമൻറ്റ്, അതായത് അമല ഷാജിയുടെ അമ്മയുടെ കമൻറ്റ് തപ്പി വന്നവരുണ്ട്. അങ്ങനെ കുറേ അധികം കമൻറ്റ് ബോക്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറേ കമൻറ്റുകൾ കാണാൻ പറ്റി. സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. അതായത് ഒരാൾ ബോഡി ഷെയ്മിങ് അനുഭവിക്കുമ്പോൾ അയാൾക്കതിൻ്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കത് മനസ്സിലാവും. എനിക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഞാനൊക്കെ ഒരു 118 കിലോ ഉള്ള സമയത്ത് നല്ല രീതിയിലുള്ള ബോഡി ഷെയ്മിങ് അനുഭവിച്ചൊരു മനുഷ്യനാണ്. എനിക്ക് ഇവരുടെ കേസിൽ ഭയങ്കരമായിട്ട് ഈ ഒരു എന്താ പറയുക, ഇവരിട്ട കമൻറ്റ് കണ്ടതോട് കൂടിയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുമാതിരി എന്തോന്നാണ് ഇവരിങ്ങനെ ഇട്ട് പോയെന്നുള്ളത്. പിന്നെ ആ കുട്ടി ഗ്രീഷ്മ ബോസ് പറയുന്നുണ്ട് ഇത് ആദ്യത്തേതല്ല എന്നും അവർ പറയുന്നുണ്ട്. ഓക്കെ, ആദ്യമായിട്ടല്ലാന്ന്. അപ്പോൾ കണ്ടിന്യൂസ്ലി ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്വന്തം മക്കൾ ഇത് അനുഭവിക്കുന്നില്ലേ? ഇല്ലേ? അത് കാണുന്ന നിങ്ങൾക്ക് എങ്ങനെ സാധിച്ച് നിങ്ങൾ അപ്പുറത്ത് പോയിട്ട് അത് ഇടാൻ വേണ്ടിയിട്ട്? കഷ്ടം തന്നെ എന്താണെങ്കിലും.